മരക്കോട് ചമരലർകളിൽ മഹാപ്രപഞ്ചമൊപ്പം കഥിച്ചിട്ട് അപ്പോർക്കളത്ത് തമ്മോട് കുതിരകളപ്പോർക്കളത്ത് തമ്മോട് കുതിരകൾ കൃഷ്ണവർണ്ണ മുടലിടപടി വേടലിടെ നമസ്കാരത്ത് പത്രിയിടകൾക്ക് കുക്കാവി തെളിവുള്ളി ഹമലയിൽ തുടരുകൾ പള പള തനി ബിന്ദും ഹമലയിൽ തുടരുകൾ പള പള തനി ബിന്ദും ഇട്ട് തിരുത്തി ദരിദ്രീ മിതോലിടമടമല. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് വെച്ചാൽ ഒരു തലേദിവസത്തെ ഒരു ഈവനിങ്ങിലെ കുറച്ച് കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഡേ ആണ്. കുറച്ച് ഓർഡേഴ്സൊക്കെ ഉള്ള ഒരു ഡേ, കുറച്ച് ഓർഡേഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. കുറേ ഓർഡേഴ്സുള്ള ദിവസം നമുക്ക് സാധാരണ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ഇന്നിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ബ്രൈഡൽ ഹെന്ന കോൺസിനും ഓർഗാനിക് ഹെന്ന കോൺസിനും സെപ്പറേറ്റ് ആയിട്ടാണ്. ഇത് വന്നിട്ട് ഒരു ഈവനിങ് 3:30 ഒക്കെ ആകുമ്പോഴത്തേനും മിക്സ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഇത് നെക്സ്റ്റ് ഡേ ഷിപ്മെൻറ്റിൽ പോകേണ്ട ഒരു അർജൻറ്റ് ഓർഡർ ആയിരുന്നു. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ ഒന്ന് പുറത്തൊക്കെ പോയിരുന്ന് ഈവനിങ് ടൈം ഫ്രണ്ടിലൊക്കെ പോയിരിക്കാറാണ് പതിവ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഫിലിമോൾക്ക് ഇതേപോലെ വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അവൾ ഇതേപോലെ വ്ളോഗൊക്കെ പറയാനൊക്കെ അവൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് വിചാരിച്ചു പിള്ളേരെ ഉറക്കിയിട്ട് വേഗം ഡയറി റിലീസ് മാറ്റിയിട്ട് കോൺസൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉറക്കാൻ കിടത്തിയപ്പോൾ ഞാനും ഉറങ്ങിപ്പോയി കഴിച്ചു. പിന്നെ ഞാൻ അറിയുന്നത് പുലർച്ചെ 3:30 AM അപ്പോൾ ആ സമയത്ത് എണീച്ചിട്ടാണ് ഇപ്പോൾ ഡയറി റിലീസ് ഒന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് കിടന്നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ട് കോൺസൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കാനുണ്ടായത്. ഫസ്റ്റ് തന്നെ ഞാൻ ഓർഗാനിക് ഹെന്ന കോൺസിന് വേണ്ടി വെച്ചതാണ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത്. ആ ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ ബീറ്റ് ചെയ്യാനൊന്നുമില്ല കേട്ടോ. വെറുതെ ഹാൻഡ് കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചെന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 11 മണിയാകുമ്പോൾ ഡയറി റിലീസ് ഓപ്പൺ ആക്കേണ്ടതായിരുന്നു. പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായി. ഉറക്കത്തിൽ എണിച്ചിട്ടാണ് അതൊക്കെ ചെയ്തത്. പിന്നെ രണ്ടും നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ഇനി ഉറങ്ങണ്ട, അർജൻറ്റ് ഓർഡേഴ്സ് ആയ കാരണം കോൺസൊക്കെ റോൾ ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. കോൺസ് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് നോർമൽ പ്രിൻ്റ് സെല്ലോ ഷീറ്റ്സ് ആണ്. അപ്പോൾ കുറച്ചൊക്കെ റോൾ ചെയ്തിട്ട് വെച്ച് വരുമ്പോഴത്തേനും പെട്ടെന്നൊരു ഇടി പറ്റി. സബാഷ്, എനിക്കാണെങ്കിൽ ഇടി ഭയങ്കര പേടിയാണ് ഗൈസ്. പേടിന്ന് അത്ര ഓവർ പേടിയൊന്നും ഇല്ലെങ്കിലും ഈ നിലത്തിരുന്ന് ചെയ്യുക അങ്ങനത്തൊക്കെ എനിക്ക് പേടിയാണ്. അപ്പോൾ ഓൺ ദി സ്പോട്ടിൽ നിർത്തിയിട്ട് ഞാൻ കിടന്നുറങ്ങി. അങ്ങനെ പുലർച്ചെ 4:30 ഉറങ്ങി ഞാൻ പിന്നെ എണീക്കുന്നത് 8:30. അപ്പോൾ എന്തായാലും ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അതൊക്കെ മേക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ചായയും ഒക്കെ വെക്കാൻ വേണ്ടി നിന്നു. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് നീർദോശയാണ്. എൻ്റെ ഇവിടെ ഓട്ടോട്ട ദോശ എന്നിട്ട് പറയാ, ഓരോ സ്ഥലത്ത് ഓരോ പേരല്ലേ. ഇതാണ് നമ്മുടെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ്. കാരണം ഉണ്ടാക്കാനും സുഖമാണ്, കഴിക്കാനും ടേസ്റ്റാണ്, എല്ലാവരും കഴിക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ രാവിലെ അടിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഗ്ലാസ് ചായ, അതായത് പാൽ ചായ തന്നെ വേണം. അതെനിക്കൊരു നിർബന്ധം കേട്ടോ, ചെറുതിലേ ഉള്ള ശീലമാണ്. അങ്ങനെ ചായയൊക്കെ കുറിച്ച് നിൽക്കണതിൻ്റെ ഇടയ്ക്ക് ഒരു ദോശ കരിഞ്ഞു പോയിടൂ. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് വീണ്ടും അടുത്ത ഇതൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊക്കെ അങ്ങനെ പെട്ടെന്ന് തീർത്തിട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുത്തിട്ടുണ്ട്. 2 അടുക്കളയിൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. കാരണം ഞാൻ എവിടെ ഉണ്ടോ അവരവിടെ തന്നെ ഉണ്ടാവും. എത്ര നീക്കിയാലും അവർ മാറില്ലാതെ എല്ലാവരും അങ്ങനെ തന്നെ ആകൂല. ഇവരെ വെച്ചിട്ട് എങ്ങനെ ഈ എന്നാ ബിസിനസ്സൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നത് ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതൊരു പാഷനാണ്. അതിനോടൊരു ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് സിറ്റുവേഷൻ ആയാലും എന്ത് ഫേസ് ചെയ്താലും നമ്മളത് കൊണ്ടു നടക്കും. അത് എന്ത് ടൈപ്പ് ജോലി ആയാലും ശരി. എനിക്കത് ചെറുപ്പം മുതലേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ മൈലാഞ്ചി ഇടുക എന്നൊക്കെ പറഞ്ഞത്. പണ്ടൊന്നും ഇതന്നെ ABCD പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 3 years ആയി. അപ്പോൾ ഇപ്പോൾ അൽഹംദുലില്ലാ നല്ലൊരു ഇതിൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ രണ്ടും നന്നായി ബീറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ബീറ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കണം എന്നുണ്ടെങ്കിലും നല്ല സ്ട്രിംഗി ആയിട്ടുള്ള പേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിലും ബീറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ രണ്ടും ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് തന്നെ ഞാൻ ഓർഗാനിക് ഹെന്ന കോൺസിനുള്ള ഇതാണ് പൈപ്പിംഗ് ബാഗിലാക്കി വെക്കുന്നത്. ഞാൻ എപ്പോഴും പൈപ്പിംഗ് ബാഗിൽ റബ്ബർ പാൻസ് യൂസ് ചെയ്യാനായിട്ട് പകരം പൈപ്പിംഗ് ക്ലിപ്സ് യൂസ് ചെയ്യാനാണ് പ്രിഫർ ചെയ്യുക. കാരണം നല്ല ടൈറ്റ് ചെയ്തിട്ട് ഇരിക്കാൻ അതാണ് ബെറ്റർ.
ഇപ്പം എനിക്ക് ബ്രൈഡൽ കോൺസിനാണ് റീസെല്ലിങ്ങിന് ഓർഡേഴ്സ് ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ റീസെല്ലിങ്ങിന് കൊടുക്കുമ്പോൾ എന്തായാലും ഫ്രഷ് കോൺസ് തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാനാണ് ശ്രദ്ധിക്കാറ്. ബിക്കോസ് അവർക്കും കുറച്ച് കാലം ഫ്രീസറിൽ സ്റ്റോർ ചെയ്യേണ്ടതായതുകൊണ്ട് നമ്മൾ ഫ്രഷ് കോൺസ് ഉണ്ടാക്കി കൊടുക്കാവും ബെറ്റർ. നിങ്ങളാരെങ്കിലും ഹെന്ന ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്തായാലും കാണാം. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഐഡിയും വാട്സപ്പ് നമ്പറും ഒക്കെ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടാൽ തന്നെ അറിയാൻ എത്രത്തോളം നല്ല സ്ട്രിങ്കി പേസ്റ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന്. ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തന്നെ ബ്രൈഡൽ കോൺസിൻ്റെ മേക്കിങ്ങിനെ പറ്റിയിട്ടൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 11:30 ഒക്കെ ആകുമ്പോൾ തന്നെ ഞാൻ കോൺസ് ഫിൽ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വിജയ ഹെൽപ്പേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാം ഉറങ്ങായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ എണീച്ചിട്ടോ. ഫീൽ പിന്നെ നല്ല ഹെൽപ്പിംഗ് ഒക്കെയാണ്. കുറച്ചൊക്കെ വലിച്ചിടും, കുറേയൊക്കെ സഹായിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. എല്ലാം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട. അവളില്ലാത്ത സമയത്താണ്, അതായത് അവൾ ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് കൂടുതൽ ഞാൻ ചെയ്യാറ്. രാത്രിയൊക്കെയാണ്. നമ്മുടെ കോൺസിൻ്റെ വെയിറ്റ് വരുന്നത് 25 to 28 grams ആണ്. ബ്രൈഡൽ കോൺസിനായാലും ഹെന്ന കോൺസിനായാലും സെയിം വെയിറ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഫെല്ല അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അവൾ ഉറങ്ങണ വരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഏകദേശം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും എല്ലാം തീർത്തു. പാക്കിങ്ങൊക്കെ കഴിച്ചിട്ട് വെച്ചിട്ടോ. എല്ലാം കഴിഞ്ഞ് കൊറിയർ കൊണ്ടുകൊടുക്കാൻ വേണ്ടി ഫ്രഷായി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ല ലേറ്റായി. 6 മണിക്ക് മുന്നേ എത്തേണ്ടതായിരുന്നു. അന്നത്തെ കൊറിയറിൽ പോകണം എന്നുണ്ടെങ്കിൽ 6 മണിക്ക് മുന്നേ എത്തണം. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 5:45. അപ്പം പിന്നെ എന്തായാലും പെട്ടെന്ന് തന്നെ കിച്ചടി പോയി കൊറിയറൊക്കെ കൊണ്ടുകൊടുത്തു. പിന്നെ ഞങ്ങൾക്ക് വേറെ ഒരു പ്ലാനും കൂടി ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എന്നുള്ളത് തന്നെ പോയി ഫുഡ് കഴിക്കുക. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബർഗർ മോമിക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് അതിൻ്റെ വെയിറ്റിങ്ങിലായിരുന്നു. അപ്പം നമ്മുടെ ഫെല്ലൊക്കെ അവിടെ വന്നപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് തോന്നുന്നു. നല്ല കളിയിലൊക്കെ ആയിരുന്നു. പിന്നെ ഫെല്ലൊക്കെ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയൊരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ഒന്നുകൂടി ഫെല്ലുമ്മക്ക് തരുമോ? താത്താക്ക് കൊടുത്തേ, താത്താക്കും കൊടുത്തേ. ഫെല്ല താത്താക്കും കൊടുത്തേ. കൊടുക്ക്, ഒന്നും കൂടി കൊടുക്ക്. കൊടുക്കടി. ഉമ്മാക്കുമ്മ തരുമോ? ഉമ്മാക്കുമ്മ തരുമോ? കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡൊക്കെ കൊടുന്ന് വെച്ചിട്ടോ. ഞങ്ങളാകെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ക്ലബ് സാൻഡ്വിച്ചും പിന്നെ ലോഡ് ഫ്രൈസും ആയിരുന്നു. അതൊക്കെ കഴിച്ച് ഫീൽ അതിൻ്റെ ചീസൊക്കെ വലിച്ചെടുക്കായിരുന്നു. അവൾക്കതെന്താ സംഭവം, അവൾക്ക് എടുത്തിട്ട് കിട്ടുന്നില്ല, അതാണ്. എല്ലാം കഴിഞ്ഞിട്ട് അവൻ്റെ ജ്യൂസും കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് ഒരു അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്കായിരുന്നു. ബിക്കോസ് പീനട്ട് ബട്ടർ വാങ്ങാനുണ്ടായിരുന്നു. പീനട്ട് ബട്ടറും ഷാമ്പും പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അത്ര തന്നെ വാങ്ങാനുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വേറെ പരിപാടിയൊന്നും പ്രത്യേകിച്ച് ഇല്ലാത്തതുകൊണ്ട് നേരെ വീട്ടിൽ പോയിട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇനി ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ.